ഞാൻ 2021 എൻ്റെ പ്രിലിംസ് ഫെയിലിയറിന് ശേഷമാണ് ബോണിസാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. എനിക്ക് അതിനു മുമ്പും പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് വഴി നീ ഒന്ന് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ബോണിസാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം ഞാൻ UPSC പ്രിപ്പറേഷൻ വിടണോ എന്നുള്ളൊരു ഘട്ടമാണത്. അങ്ങനെ ബോണിസാറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കുറച്ച് പേപ്പർ ടു മലയാളത്തിൻ്റെ സാഹിത്യപരമായ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഫീസ് മേടിച്ചിട്ടൊന്നുമല്ല എനിക്കിത് പറഞ്ഞു തരുന്നതും. അങ്ങനെ ഞാൻ 2022 മെയിൻസ് സമയത്ത് സാറിൻ്റെ അടുത്തും ഇടയ്ക്ക് ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതത്തില്ലെന്നുണ്ടെങ്കിലും ഞാൻ അയക്കുന്ന ആൻസേഴ്സൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് വരും. 2023 എനിക്ക് പ്രിലിംസ് കിട്ടുന്നില്ല. ഞാൻ UPSC വിട്ടു എന്ന ഘട്ടത്തിലും ഞങ്ങൾ ഒരുപാട് മലയാളത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പം അക്കാഡമിക് അല്ലാതെ തന്നെയും നമുക്ക് മലയാളത്തിൽ ഒരു കഥ വായിക്കുമ്പോൾ അത് ആസ്വദിച്ച് വായിക്കാനും ഒക്കെ തന്നെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരാളായിരുന്നു. 2024 എത്തിയപ്പോഴാണ് എനിക്ക് ആ ഹെൽപ്പിൻ്റെ റിയൽ മീനിങ് മനസ്സിലാവുന്നതും ഞാൻ കൂടുതൽ നന്നായിട്ട് മലയാളത്തിലേക്ക് പ്രിപ്പറേഷൻ കൊടുക്കുന്നു. എനിക്ക് പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ പേപ്പർ 2ൽ ബോണിസാറിൻ്റെ ഇൻപുട്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഒരുപാട് പഠനങ്ങൾ എനിക്ക് അയച്ചു തരും. പഠനങ്ങൾ അയച്ചു തരുന്ന മാത്രമല്ല, ആ പഠനങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബോണിസാറിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ ക്ലാസ്സുകൾ മലയാളത്തിന് മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത്, പക്ഷേ GS essay പേപ്പേഴ്സിലും എത്തിക്സ് പേപ്പേഴ്സിലും ഒക്കെ തന്നെ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ബോണിസാറിൻ്റെ അടുത്തേക്ക് കുട്ടികളെ സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ബോണിസാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. വേറെ ഒന്നും ആരും പറയുന്നത് പോലും കേൾക്കണമെന്നില്ല. നേരെ ബോണിസാറോട് സംസാരിക്കുക. സംസാരിച്ച ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻപുട്സ് കിട്ടുമെന്നുള്ളത്. മലയാളം ഓപ്ഷണലിൽ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ ട്രസ്റ്റബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫാക്കൽറ്റിയാണ് ബോണിസാർ. എൻ്റെ റിസർച്ചിൽ അത്യാവശ്യം നല്ല ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ബോണിസാർ. അത് മലയാളമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാനും എന്നെ ആ ജേർണിയിൽ നിർത്താനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ് ബോണിസാർ. ഓക്കെയാണല്ലോ.